PM-ശ്രീ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങൾ വന്നതോടെ അറിയാൻ പാടില്ലാതിരുന്ന ചില വിവരങ്ങൾ ഇപ്പോഴ് പുറത്തേക്ക് വരിക. അതിലൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധനാണെന്ന് നമ്മളാരും ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. നല്ല മന്ത്രിയാണ്, എല്ലാവരോടും വളരെ സ്നേഹമായിട്ടൊക്കെ ഇടപെടും, അത്തരത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഇത്രയ്ക്ക് ആഴത്തിലുള്ള അറിവുണ്ടെന്ന് നമുക്കറിയാമായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ഭരണഘടനയെ വ്യാഖ്യാനിച്ച് പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുകയും സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥതലങ്ങൾ അദ്ദേഹം കണ്ടെത്തും. അത് നമ്മളോട് വിശദീകരിക്കുകയും ചെയ്യും. ഇത് പറയാൻ കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളാണ്. അദ്ദേഹം പറഞ്ഞ എന്താ, ഈ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി PM-ശ്രീ കരാറിൽ ഒപ്പുവെച്ചു. അത് വകുപ്പ് പറഞ്ഞിട്ടാ. വകുപ്പിലെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാം, മന്ത്രിക്ക് തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അറിവെന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ്. ഒരു മന്ത്രിക്ക് അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. അതൊക്കെ മന്ത്രിസഭയിൽ ഒരു അജണ്ട പേപ്പറായി വന്ന് അവിടെ ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കണം, മന്ത്രിസഭ തീരുമാനിക്കണം, എന്നിട്ടാണ് ഇത് നടപ്പാക്കാൻ സാധിക്കുക.